നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയ ഒരാൾ, അത് പുരുഷനാകാം സ്ത്രീയാകാം ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ മാതാപിതാക്കളാകാം, നമ്മളുടെ സഹോദരനാകാം, സഹോദരിയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, ആരെങ്കിലും ആകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാകാം, അവർ നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോവുകയാണ്. എന്നേക്കുമായി അകന്നു പോയി എന്ന് പറഞ്ഞാൽ അവർ മരണപ്പെട്ടു പോകും എന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ മരണപ്പെട്ടു പോയ ആൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ മരിച്ചു പോയിരുന്ന ഒരാൾ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? അത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ദൂരെ നടന്നൊന്നുമല്ല, നമ്മുടെ എറണാകുളത്ത് ചോറ്റാനിക്കരയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കെട്ടുകഥയോ അല്ലെന്നുണ്ടെങ്കിൽ മെനഞ്ഞെടുത്തതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച വസ്തുതയാണ്. അതായത് രമയും രാജീവും വളരെ കോളേജ് കാലഘട്ടം മുതൽക്കേ അവർ നല്ല സ്നേഹിതരായിരുന്നു, പ്രണയിതാക്കളായിരുന്നു. അങ്ങനെ ദീർഘനാൾ അവർ പ്രണയിച്ചതിന് ശേഷമാണ് രമയും രാജീവും വിവാഹിതരായത്. വിവാഹമൊക്കെ വളരെ നന്നായിട്ട് നടന്നു, വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ ഒരു വിവാഹത്തിന് ശേഷം 2-2.5 വർഷത്തിന് ശേഷം രമയുടെ ജീവിതത്തിൽ നിന്ന് രാജീവ് എന്നേക്കുമായി അകന്നു പോവുകയാണ് ഉണ്ടായത്. അതായത് ഡൈവോഴ്സ് ഒന്നും അകന്നു പോവുകയോ അങ്ങനെയൊന്നുമല്ല, രാജീവ് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ അത്രമാത്രം സ്നേഹിക്കുകയും അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും അങ്ങനെ ജീവിതം തുടങ്ങി ഒരു 2 വർഷം കഴിയുമ്പോഴത്തേനും 2.5 വർഷം കഴിയുമ്പോഴത്തേക്കും അയാൾ എന്നേക്കുമായി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്കും, അതായത് ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം വേദനയായിരിക്കും അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയങ്കരനായ ഭർത്താവ് അവളുടെ ജീവിതത്തിൽ നിന്ന് 2 വർഷം 2.5 വർഷം കഴിയുമ്പോഴേക്കും മരണപ്പെട്ടു പോയി അവൾ വിധവയാകുക എന്ന് പറയുമ്പോഴേക്കും തകർന്നു പോകുമല്ലേ? മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും നമ്മൾ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു എത്തിച്ചേരൽ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയല്ല, ജീവിതത്തിൽ ഒരു വളരെ വലിയൊരു ഒരു ഘട്ടമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോവുക എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരിക്കലും നമുക്ക് സ്വാഭാവികമായിട്ടുള്ള സാധാരണ ജീവിതഗതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമാണല്ലേ. അങ്ങനെ വർഷങ്ങൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 വർഷങ്ങൾ കഴിഞ്ഞു. 4 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് മറവി എല്ലാത്തിനും വലിയൊരു അനുഗ്രഹമാണല്ലേ. എല്ലാ വേദനകളിൽ നിന്നും നമുക്ക് ഈ മറവി അനുഗ്രഹമാണ് എന്ന് പറയുന്നത്. ഈ മനസ്സിലിരിക്കുന്ന വലിയ ക്ഷതങ്ങളും വേദനകളും ഒക്കെ മറവി അങ്ങനെ മായ്ച്ചു കളയും, അത് നമ്മളെ ഹീൽ ചെയ്ത് മാറ്റും. അങ്ങനെ രമയുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ രാജീവ് എന്ന രമയുടെ പ്രിയങ്കരനായ ഭർത്താവ് 4 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന കഥയാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി കാണാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു.